ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അത് മെഡിക്കൽ ടീമാണ്. അതായത് താരങ്ങൾക്ക് നിരന്തരം പരിക്ക് പറ്റുന്നു, മാത്രമല്ല ട്രെയിനിങ്ങിനിടയിൽ പോലും പരിക്കേൽക്കുന്നു, പരിക്കിൽ നിന്നും മുക്തരാവാൻ ഒരുപാട് സമയം പിടിക്കുന്നു. ഇതിന്റെ പേരിലൊക്കെ വലിയ വിമർശനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ടീമിന് ലഭിച്ചിരുന്നു എന്നുള്ളത് മാത്രമല്ല, മെഡിക്കൽ ടീമിനും മാറ്റം വേണമെന്ന് പല ആരാധകരും ആവശ്യപ്പെട്ടിരുന്നു. ആ പ്രതിഷേധങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് പുതിയ ഒരു പാർട്ണർമാർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ട്. ആക്റ്റീവ് ബേസ് എന്ന ഒരു ടീമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ടീമിന്റെ ഭാഗമായിക്കൊണ്ട്, അതല്ലെങ്കിൽ പുതിയ പാർട്ണർമാരായിക്കൊണ്ട് എത്തിയിട്ടുള്ളത്. ഇതേക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോൾ സീസൺ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുകയും കളിക്കാർക്ക് മേലുള്ള ആ ഒരു ശാരീരിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ നിരന്തരം നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങളുടെ കളിക്കാർക്ക് മികച്ച പരിചരണം ലഭിക്കുന്ന ഒരു ഉയർന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആക്റ്റീവ് ബേസുമായുള്ള ഞങ്ങളുടെ പങ്കാളിത്തം ആ ദിശയിലുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. കളിക്കാരുടെ ആരോഗ്യത്തെയും മികച്ച പ്രകടനത്തെയും പിന്തുണക്കുന്ന രീതിയിൽ ക്ലബിന്റെ മെഡിക്കൽ റീഹാബിലിറ്റേഷൻ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. ഈ സഹകരണം ഇപ്പോഴത്തെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുന്നതിനായുള്ളതല്ല, മറിച്ച് ഓരോ സീസണിലും ഉയർന്ന തലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു ക്ലബ്ബ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതാണ് അഭിക് ചാറ്റർജി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആക്റ്റീവ് ബേസിന്റെ മാനേജിംഗ് പാർട്ണറായ ഡോക്ടർ അനസ് കൊല്ലഞ്ചേരി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യയിലെ മുൻനിര ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സുമായി സഹകരിക്കാനും ഞങ്ങളുടെ ഓർത്തോപീഡിക് റീഹാബിലിറ്റേഷൻ, സ്പോർട്സ് ഇഞ്ചുറി മാനേജ്മെന്റ്, അത്ലറ്റിക് റിക്കവറി എന്നിവയിലെ വിപുലമായ വൈദഗ്ധ്യം നൽകി അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പിന്തുണയാകാനും സാധിക്കുന്നതിൽ ഞങ്ങൾ ആവേശത്തിലാണ്. മസ്കുലോ സ്കെലറ്റൽ പരിക്കുകൾ, പെയിൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ പോസ്റ്റ് സർജറി റീഹാബിലിറ്റേഷൻ എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് കേന്ദ്രമാണ് ആക്റ്റീവ് ബേസ്. പെയിൻ ലാബ്, ഹൈ പെർഫോമൻസ് ലാബ്, അക്വാട്ടിക് തെറാപ്പി ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഞങ്ങളുടെ കേന്ദ്രം അത്ലറ്റുകൾക്കും അതുപോലെ തന്നെ നോൺ അത്ലറ്റുകൾക്കും പ്രായമായവർക്കും ഉൾപ്പെടെ ഓരോ വ്യക്തിക്കും പ്രത്യേകമായ പരിചരണ രീതികളാണ് നൽകുന്നത്. ഇതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പുതിയ പാർട്ണർമാരുടെ ഒരു പരിചരണം അത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നല്ല നിലവാരത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.